ലോക സമാധാന ദിനം എന്നാണ്? സെപ്റ്റംബർ 21. ലോക സമാധാന ദിനം ആചരിക്കുന്നത് ഏത് സംഘടനയുടെ നേതൃത്വത്തിലാണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ. ലോക സമാധാന ദിനം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച വർഷം ഏത്? 1981. ലോക സമാധാന ദിനം ആചരിച്ചു തുടങ്ങിയത് ഏതു വർഷം മുതൽ? 1982 മുതൽ. ഗാന്ധി സമാധാന സമ്മാനത്തിന് അർഹനായ ആദ്യത്തെ ഭാരതീയൻ ആര്? ബാബ ആംദെ. സമാധാനത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഐറനോളജി. സമാധാനത്തിൻ്റെ ചിഹ്നമായ പക്ഷി ഏത്? പ്രാവ്. സമാധാന സൂചകമായ നിറം ഏതാണ്? വെള്ള. ഏറ്റവും കൂടുതൽ പ്രാവശ്യം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ സംഘടന ഏത്? റെഡ് ക്രോസ്. സമാധാനത്തിൻ്റെ ചിഹ്നമായ പ്രാവ് വരച്ചത് ആരാണ്? പിക്കാസോ. ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് രൂപം കൊണ്ട അന്താരാഷ്ട്ര സമാധാന സംഘടന ഏത്? സർവ്വരാജ്യ സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻസ്. രണ്ടാം ലോക മഹായുദ്ധശേഷം ലോക സമാധാനം ലക്ഷ്യമാക്കിക്കൊണ്ട് രൂപം കൊണ്ട സംഘടന ഏത്? ഐക്യരാഷ്ട്ര സംഘടന അഥവാ യുണൈറ്റഡ് നേഷൻസ്. 1901 ആദ്യത്തെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച വ്യക്തി ആര്? റെഡ് ക്രോസ് സ്ഥാപകനായ ജീൻ ഹെൻറി ഡ്യുനന്റ്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ വനിത ആര്? മദർ തെരേസ. 1979. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആദ്യ വനിത ആര്? ബെർത്ത വോൺ സട്നർ. 1905. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഏർപ്പെടുത്തിയത് ആര്? ആൽഫ്രഡ് നോബൽ. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആര്? വങ്കാരി മാതായി. 2004. 2020 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച സംഘടന ഏത്? UN വേൾഡ് ഫുഡ് പ്രോഗ്രാം. 2020 ഗ്ലോബൽ പീസ് ഇൻഡെക്സ് സർവേ പ്രകാരം ഏറ്റവും കുറവ് സമാധാനമുള്ള രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. 2020 ഗ്ലോബൽ പീസ് ഇൻഡെക്സ് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമാധാനമുള്ള രാജ്യം ഏതാണ്? ഐസ്ലാൻഡ്. അന്താരാഷ്ട്ര സമാധാന ചിഹ്നം എന്താണ്? ഒരു ഒലിവ് ശാഖയുമായി പറക്കുന്ന പ്രാവ്. 2014 സമാധാനത്തിനുള്ള നോബൽ സമ്മാനാർഹനായ ഇന്ത്യൻ വംശജൻ ആര്? കൈലാഷ് സത്യാർത്ഥി. ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ സമ്മാന ജേതാവ് ആര്? മലാല യൂസഫ്സായ്. 2020 ലോക സമാധാന ദിനത്തിൻ്റെ മുദ്രാവാക്യം എന്താണ്? ഒരുമിച്ച് സമാധാനം രൂപപ്പെടുത്തുന്നു. ഷേപ്പിംഗ് പീസ് ടുഗദർ. ബാലവേലയ്ക്കെതിരെ രൂപവൽക്കരിച്ച ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുടെ
സ്ഥാപകനായ നോബൽ സമ്മാന ജേതാവ് ആര്? കൈലാഷ് സത്യാർത്ഥി. 2021 ലോക സമാധാന ദിന മുദ്രാവാക്യം എന്താണ്? സമത്വവും സുസ്ഥിരവുമായ മെച്ചപ്പെട്ട ലോകത്തിൻ്റെ വീണ്ടെടുക്കൽ. 2019 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാര ജേതാവ് ആരാണ്? അബി അഹമ്മദ്. 2020 സമാധാന നോബൽ സമ്മാന ജേതാവ് ആരാണ്? തോർബ് ജോൺ ജഗ്ലാൻഡ്. യുദ്ധവും സമാധാനവും വാർ ആൻഡ് പീസ് എന്നത് ആരുടെ കൃതിയാണ്? ലിയോ ടോൾസ്റ്റോയ്. പീസ് ബിഗിൻസ് വിത്ത് എ സ്മൈൽ ഇത് ആരുടെ വാക്കുകളാണ്? മദർ തെരേസ. To forgive is the highest, most beautiful form of love. In return, you will receive untold peace and happiness. ഇത് ആരുടെ വാക്കുകളാണ്? റോബർട്ട് മുള്ളർ. സമാധാന നോബൽ സമ്മാന ജേതാവിനെ നിശ്ചയിക്കുന്നത് ആരാണ്? നോർവീജിയൻ പാർലമെൻറ്റ്. 1993 തൻ്റെ രാഷ്ട്രീയ പ്രതിയോഗിക്കൊപ്പം സമാധാന നോബൽ പങ്കിട്ടതാര്? നെൽസൺ മണ്ടേല. UN സമാധാന ദൗത്യങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാൻ സെക്രട്ടറി ജനറൽ ബാൻ കി മൂൺ നിയമിച്ച സമാധാന പഠന പാനലിൽ അംഗമായ ഭാരതീയൻ ആര്? അഭിജിത് ഗുഹ. സമാധാന നോബൽ നേടിയ ആദ്യ സംഘടന ഏത്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റർനാഷണൽ ലോ. 2010 സിഡ്നി സമാധാന പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആര്? വന്ദന ശിവ. അന്താരാഷ്ട്ര സമാധാനം ഒരു ഭീരുവിൻ്റെ സ്വപ്നമാണ് എന്ന് പറഞ്ഞതാര്? ബെനിറ്റോ മുസോളിനി. ആദ്യത്തെ ഗാന്ധി സമാധാന സമ്മാനം ലഭിച്ചത് ആർക്ക്? ജൂലിയസ് നരേര. എന്നു മുതലാണ് ഗാന്ധി സമാധാന സമ്മാനം നൽകി തുടങ്ങിയത്? 1995 മുതൽ. ഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യൻ സംഘടന ഏത്? രാമകൃഷ്ണൻ കമ്മീഷൻ. ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ഏർപ്പെടുത്തിയത് എന്ന്? 1986. ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ആദ്യം ലഭിച്ചത് ആർക്ക്? പാർലമെൻറ്റേറിയൻസ് ഫോർ ഗ്ലോബൽ ആക്ഷൻ എന്ന സംഘടനയ്ക്ക്. 1966 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച സമാധാന കരാർ ഏതാണ്? താഷ്കെൻഡ് കരാർ. 2017 ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം നേടിയത് ആര്? മൻമോഹൻ സിംഗ്. ഗ്ലോബൽ പീസ് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്ര? 139. 2025 ലോക സമാധാന ദിന മുദ്രാവാക്യം എന്താണ്? ഉത്തരം സമാധാന സംസ്കാരം വളർത്തിയെടുക്കുക. കൾട്ടിവേറ്റിംഗ് എ കൾച്ചർ ഓഫ് പീസ്. സെപ്റ്റംബർ 21 ലോക സമാധാന ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച വർഷം ഏത്? 2001.